ഹായ് എവരി വൺ അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷാദ്. അപ്പോൾ RRB ഗ്രൂപ്പ് ഡിയുടെ മുൻവർഷ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി 2 ക്ലാസ്സുകൾ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞു. ഇതാ ക്ലാസ്സിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ്. കഴിഞ്ഞ അവസാനമായിട്ട് RRB ഗ്രൂപ്പ് ഡി 2018 നടന്നപ്പോഴുള്ള ആ വ്യത്യസ്തമായ ഷിഫ്റ്റുകൾ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അവയോടനുബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിവരങ്ങളുമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരിക്കലും RRB ഗ്രൂപ്പ് ഡിക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് മാത്രം ഉപകാരപ്രദമാവുന്ന ക്ലാസ് അല്ല. അവർക്ക് ഒബ്വിയസ്ലി യൂസ്ഫുൾ ആണ്. എല്ലാ RRB SSCക്ക് എല്ലാ RRB പരീക്ഷകൾക്കും എല്ലാ SSC പരീക്ഷകൾക്കും വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എന്താണ് തീർച്ചയായിട്ടും ഇത് യൂസ്ഫുൾ ആണ്. കാരണം TCSന്റെ പുതിയ പാറ്റേൺ അനുസരിച്ചുള്ള ചോദ്യങ്ങളാണ്. ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് RRB ഗ്രൂപ്പ് ഡി ഓറിയന്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് കോഴ്സ് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. academisonline.com എന്നാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ പേര്. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് RRB ഗ്രൂപ്പ് ഡിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിക്ക് മാത്രമല്ല NTPC ടയർ 2 ഓറിയന്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്കും എന്താണ് ഇത് ഒബ്വിയസ്ലി യൂസ്ഫുൾ ആണ്. SSCക്ക് ആണെങ്കിൽ കൂടെ ഇംഗ്ലീഷ് കൂടി എന്ത് ചെയ്യണമെന്നേ ഉള്ളൂ, നിങ്ങൾ പഠിക്കണം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എൻ്റെ വാട്സപ്പിലോ ടെലിഗ്രാമിലോ എനിക്ക് മെസ്സേജ് അയക്കാം. തീർച്ചയായിട്ടും ഞാൻ എന്ത് ചെയ്യും, ഞാനവിടെ റെസ്പോണ്ട് ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഐശ്വര്യമായിട്ട് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. നമ്മുടെ 61ാമത്തെ ചോദ്യം, 60 ചോദ്യങ്ങൾ ഓൾറെഡി നമ്മൾ സംസാരിച്ച് കഴിഞ്ഞു. 2 ക്ലാസ്സുകൾ കഴിഞ്ഞു. അത് ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഇനി ചെയ്യാൻ പോകുന്ന ക്ലാസ്സുകളുടെയും ഓൾറെഡി ചെയ്ത ക്ലാസ്സുകളിലെല്ലാം ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഞാനിവിടെ ലിങ്ക് ബട്ടണിൽ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, അവിടെ നിന്ന് കാണാം. അപ്പോൾ 61ാമത്തെ ചോദ്യം, ഡാഷ് കാരീസ് സ്പേംസ് ഔട്ട് ഓഫ് ദ ടെസ്റ്റിസ്. നമുക്കറിയാം ടെസ്റ്റിസ് ആണ് മനുഷ്യ ശരീരത്തിൽ സ്പേം ബീജം പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഒരു ചോദ്യമായിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുള്ളതാണ്, നമ്മളിത് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ടെസ്റ്റിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേം പുറത്തോട്ട് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്, എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. അതിന് ആൻസർ ആണ് യുറീത്ര എന്ന് പറയുന്നത്. റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഞാൻ നിങ്ങളെ ബയോളജി പഠിപ്പിച്ചപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചിട്ടുള്ളതാണ്. എങ്കിലും ഇവിടെ ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞു പോവാം. ഇത് നമ്മുടെ ഒരു സിസ്റ്റം ആണ്. ആ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം യുറീത്ര എന്ന് പറയുന്ന ഒരു ട്യൂബ് കാണാം. ഇത് യൂറിനും അതുപോലെ തന്നെ സ്പേമിനും ഒരു കോമൺ ആയിട്ടുള്ള പാസേജ് ആണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ യുറീത്ര എന്ന് പറയുന്നത്. അപ്പൊ സ്പേം പുറത്തോട്ട് വരുന്നത് ഏതിലൂടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ എന്താണ്, ദ ആൻസർ ഈസ് യുറീത്ര. അടുത്ത ചോദ്യം, 62ാമത്തെ ചോദ്യം, പ്ലാന്റ്സ് ഇൻ ദ ഡാഷ് ഗ്രൂപ്പ് ആർ കോമൺലി കാൾഡ് ആൽഗെ. നമുക്കറിയാം പ്ലാന്റ്സ് കുറേ തരത്തിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ട് അല്ലെ. പ്ലാന്റ്സിന് നമ്മൾ ആദ്യം തന്നെ ക്രിപ്റ്റോഗമി എന്നും ഫൈനിറോഗമി എന്നും നോൺ ഫ്ലവറിംഗ് എന്നും ഫ്ലവറിംഗ് എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ക്രിപ്റ്റോഗമിയെ നമ്മൾ തലോഫൈറ്റ എന്നും ബ്രയോഫൈറ്റ എന്നും ടെറിഡോഫൈറ്റ എന്നും തരംതിരിച്ചിട്ടുണ്ട്. ഫൈനിറോഗമിയെ നമ്മൾ സ്പെർമാറ്റോഫൈറ്റ് വരും. അതിലാണ് ഇത് വരുന്നത്, ജിംനോസ്പെർമും ആൻജിയോസ്പെർമും വരും. ഇതിനെ പറ്റിയില്ല വഴി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ തൽക്കാലം നമ്മൾ ചോദിച്ച ചോദ്യത്തിന് മാത്രം നമുക്ക് ഉത്തരം പറയാം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ആൽഗേസ് കാണപ്പെടുന്നത് ഏതിലാണ് എന്നുള്ളതാണ്. ആൽഗേസ് ഞാനിവിടെ ഏതിന് താഴെ കൊടുത്തിരിക്കുന്നത്, തലോഫൈറ്റയ്ക്ക് താഴെയാണ് നമ്മൾ എന്ത് കാണപ്പെടുന്നത്, ആൽഗേസ് കാണപ്പെടുന്നത്. പ്ലാൻ കിങ്ഡത്തിലെ ഏറ്റവും വലിയ ഗ്രൂപ്പ് ഏതാണ് എന്നും എന്ത് ചെയ്യാറുണ്ട്, ഇതിനെപ്പറ്റി ചോദിക്കാറുണ്ട്. പ്ലാൻ കിങ്ഡത്തിലെ ഏറ്റവും വലിയ ഗ്രൂപ്പ് ഏതാണ് എന്ന് ചോദിച്ചാൽ അതിനുത്തരം എന്ത് തന്നെയാണ്, നമ്മുടെ ഇത് തലേഫൈറ്റയാണ്. ഈ ആൽഗേസിനെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം അവർക്ക് വേരെന്നോ ഇലയെന്നോ തണ്ടെന്നോ അങ്ങനെയൊന്നും ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റിങ്ഷൻ ഉണ്ടാവും, ഒരു ഡിഫറൻഷിയേഷൻ ഉണ്ടാവില്ല. ഒരു അല്ലേ നമ്മളിപ്പോൾ എന്താ പറയുക, പായല് പാസാറ് പൂപ്പല് പിടിച്ചിരിക്കുന്നൊക്കെ പൊളിറ്റിക്സിലൊക്കെ നമ്മൾ കാണാറില്ലേ. അതിനെന്തില്ല, വേരെന്നോ തണ്ടെന്നോ ഇലയെന്നോ അങ്ങനെ ഒന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. എന്താണ്, എല്ലാം കൂടി ഒരു രൂപമായിട്ട് അങ്ങനെ കിടപ്പുണ്ടാവും. അപ്പോൾ പ്ലാൻ കിങ്ഡത്തിലെ ഏറ്റവും വലിയ ഗ്രൂപ്പായിട്ടുള്ള തലോഫൈറ്റയ്ക്ക് താഴെയാണ് ആര് വരുന്നത്, ആൽഗ വരുന്നത്. അപ്പോൾ ആ ചോദ്യം മനസ്സിലായി. പ്ലാന്റ്സ് ഇൻ ദ ഡാഷ് ഗ്രൂപ്പ് ആർ അല്ല ഗ്രൂപ്പ് ആർ കോമൺലി കാൾഡ് ആൽഗെ. ആൽഗെ എന്ന് വിളിക്കുന്നത് ആരെയാണ്, തലോഫൈറ്റുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, നമ്മൾ ആൽഗേസ് എന്ന് വിളിക്കുന്നത്. 63ാമത്തെ ചോദ്യം, ഇൻ ദ പ്രോസസ് ഓഫ് ഗാൽവനൈസേഷൻ വിച്ച് മെറ്റൽ ഈസ് കോട്ടഡ് ഓവർ അയൺ. ഈ ചോദ്യം ഇല്ലാതെ ഒരു RRB പരീക്ഷയും ഒരു SSC പരീക്ഷ ഇപ്പോൾ കടന്നു പോകുന്നില്ല കേട്ടോ. അത്രയും വട്ടം ചോദിച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും പല ക്ലാസ്സുകളിൽ ഇതേ കാര്യം തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഗാൽവനൈസേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുമ്പ് തുരുമ്പിക്കാതിരിക്കാനായിട്ട് നമ്മൾ ഇരുമ്പിന്റെ ചുറ്റും എന്ത് ചെയ്യും, ഒരു കോട്ടിങ് കൊടുക്കും, ഒരു വസ്തു കൊണ്ട് ഒരു കോട്ടിങ് കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യില്ല, ഇരുമ്പ് തുരുമ്പിക്കില്ല. അതിനുവേണ്ടി ചെയ്യുന്ന പ്രോസസ്സാണ് ഗാൽവനൈസേഷൻ എന്ന് പറയുന്നത്. അതും ചോദിക്കാറുണ്ട്. ഇരുമ്പ് തുരുമ്പിക്കാതിരിക്കാനായിട്ട് ഇരുമ്പിന് ചുറ്റും സിങ്ക് കൊണ്ട് ഒരു കോട്ടിങ് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഗാൽവനൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മളോട് ചോദിച്ചത് ആ കോട്ടിങ് കൊടുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ് സിങ്ക് ആണ്. 64ാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ദ യൂണിറ്റ് ഓഫ് ഫോഴ്സ്. ഫോഴ്സിന്റെ പ്രധാനപ്പെട്ട യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഫോഴ്സിന്റെ പ്രധാനപ്പെട്ട യൂണിറ്റ് ആണ് ന്യൂട്ടൺ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയും പറയാം, ഡൈനും പറയാറുണ്ട് അല്ലെ. ഓപ്ഷനിൽ ഉണ്ടായിരുന്ന ന്യൂട്ടൺ ആണ്. സോ ഞാൻ അത് തന്നെ പറയുന്നത്, ന്യൂട്ടൺ ഉണ്ട്, ഡൈനും ഉണ്ട്. ഡൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു 10⁵ ഡൈൻ ആണ്. ഈ കൺവേർഷൻ ഒന്ന് ഓർത്ത് വെച്ചോളൂ. ഒരു ന്യൂട്ടൺ എന്ന് പറയുന്നത് എത്ര ഡൈനാണ്, 10⁵5 ഡൈനാണ്. അതുപോലെ ഒരു ന്യൂട്ടൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് പറയാൻ എളുപ്പത്തിന് അങ്ങനെ മാറ്റി പറയുന്നതാണ്. 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ ഒരു ന്യൂട്ടൺ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ഇതെല്ലാം ഓർത്തിരിക്കണം. ഇങ്ങനെ തന്നെ ചോദിക്കാനുള്ള താഴെ തന്നിരിക്കുന്നവയിൽ ന്യൂട്ടൺ ഇക്വലന്റ് ആയത് ഏതാണെന്ന് ചോദിച്ചിട്ട് കിലോഗ്രാം മീറ്റർ സ്ക്വയർ
സെക്കൻഡ് സ്ക്വയർ, കിലോഗ്രാം, മീറ്റർ ബാർ സെക്കൻഡ് ക്യൂബ് അങ്ങനെയൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാറുണ്ട്, ഓപ്ഷൻസ് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കണം. ന്യൂട്ടൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ്, അത് 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അതുപോലെ 1 ന്യൂട്ടൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഡൈനാണ്, 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് 10⁵5 ഡൈൻ ആണെന്നും എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. 65 കെമിക്കൽ ഫോർമുല ഓഫ് ബേക്കിംഗ് സോഡ ഈസ്. ബേക്കിംഗ് സോഡയുടെ കെമിക്കൽ ഫോർമുല എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത്? നമുക്ക് പൊതുവെ അറിയപ്പെടുന്ന സോഡാസ് എന്ന് പറയുന്നത് 2 എണ്ണമാണ് അല്ലേ. ഏതൊക്കെയാണ്? ഒന്ന് നമ്മുടെ ബേക്കിംഗ് സോഡയാണ്, ഒന്ന് നമ്മുടെ വാഷിംഗ് സോഡയാണ്. ഇത് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഞാനപ്പോൾ ഇത് മാറിപ്പോതിരിക്കാൻ എപ്പോഴും നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളതാണ്. ഈ ബേക്കിംഗ് സോഡ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സോഡിയം ബൈകാർബണേറ്റ് ആണ്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇവിടെ ചോദിച്ചിരിക്കുന്ന കെമിക്കൽ ഫോർമുലയാണ്, അതിലോട്ട് ഞാൻ വരാട്ടോ. ഞാനത് ആദ്യം പറഞ്ഞു തരുന്നു എന്നുള്ളതേ ഉള്ളൂ. ബേക്കിംഗ് സോഡ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഡിയം ബൈകാർബണേറ്റും, വാഷിംഗ് സോഡ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആ ബൈ അങ്ങ് കളഞ്ഞു കഴിഞ്ഞാൽ സോഡിയം കാർബണേറ്റ് ആണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ വാഷിംഗ് സോഡ എന്ന് പറയുന്നത്. ഇനി പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ഈ ബേക്കിംഗ് സോഡയുടെ ഫോർമുലയാണ് നമ്മളോട് ചോദിച്ചത്. ബേക്കിംഗ് സോഡയുടെ ഫോർമുല എന്ന് പറയുന്നത് NaHCO3 ആണ്. ഞാൻ ഫോർമുലാസ് ഞാൻ വീണ്ടും വീണ്ടും പറയാൻ അറിയാം, പക്ഷേ കെമിസ്ട്രി ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഒരു ടേബിൾ തന്ന് ഇതുപോലെ കുറേ കെമിക്കൽസ് തന്ന് അവരുടെ വിളിപ്പേര് തന്ന് അതിൻ്റെ ഫോർമുല തന്ന് പ്രത്യേകതകളെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ട് അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക കേട്ടോ. അപ്പോൾ ബേക്കിംഗ് സോഡ സോഡിയം ബൈകാർബണേറ്റ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ കെമിക്കൽ ഫോർമുല NaHCO3 എന്നാണ്. വാഷിംഗ് സോഡയാണെങ്കിൽ എന്താണ്, Na2CO3 ആണ്. വാഷിംഗ് സോഡയാണെങ്കിൽ Na2CO3 ആണ്. ഇതൊരിക്കലും മാറിപ്പോയില്ല. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. ബേക്കിങ്ങിൽ ആരുണ്ട്, ബി ഉണ്ട്. സോഡിയം ബൈകാർബണേറ്റിൽ ആരുണ്ട്, ബി ഉണ്ട് അല്ലേ. അപ്പോൾ ബി നോർത്തിരുന്നാൽ മതി. ബേക്കിംഗ് സോഡ ഈസ് സോഡിയം ബൈകാർബണേറ്റ്, വാഷിംഗ് സോഡ ഈസ് ബൈ ഇല്ല, സോഡിയം കാർബണേറ്റ്. ബേക്കിംഗ് സോഡ എന്ന് വെച്ച് കഴിഞ്ഞാൽ NaHCO3 ആണ്. സോഡിയം കാർബണേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ Na2CO3 ആണ്. അപ്പോൾ ഇതെല്ലാം പഠിച്ചില്ല. ഇതെല്ലാം ഈ ചോദ്യങ്ങളായി ചോദിക്കാവേ. ബേക്കിംഗ് സോഡ എന്താണ്, സോഡിയം ബൈകാർബണേറ്റ്. ബേക്കിംഗ് സോഡയുടെ ഫോർമുല എന്താണ്, NaHCO3. വാഷിംഗ് സോഡ എന്താണ്, സോഡിയം കാർബണേറ്റ് ആണ്. സോഡിയം കാർബണേറ്റിന്റെ ഫോർമുല എന്താണ്, Na2CO3. സെറ്റ് അല്ലേ, സംശയമില്ലല്ലോ. ഞാൻ പെട്ടെന്ന് റിവൈസ് ചെയ്ത് തരട്ടെ. എന്താണ് ആദ്യം ചോദിച്ചത്, ടെസ്റ്റിസിലൂടെ സ്പേംസ് പുറത്തു വരുന്നത് ഇതിലൂടെയാണെന്നുള്ളതാണ്. യൂറീത്രയിലൂടെയാണ്. യൂറിനും സ്പേമിനും കോമൺ ആയിട്ടുള്ള പാസേജ് ആണ്. ഏത് ഗ്രൂപ്പിലുള്ളവരെയാണ് നമ്മൾ ആൽഗേസ് എന്ന് വിളിക്കുന്നത്, തലോഫൈറ്റ് ഗ്രൂപ്പിലുള്ളവരെയാണ് നമ്മൾ ആൽഗേ എന്ന് വിളിക്കുന്നത്. അയണിന് ചുറ്റും തുരുമ്പിക്കാതിരിക്കാൻ ഒരു മെറ്റൽ കോട്ടിംഗ് കൊടുക്കുന്ന പ്രോസസ്സാണ് ഗാലനൈസേഷൻ എന്ന് പറയുന്നത്. അതിന് കോട്ടിംഗ് കൊടുക്കുന്ന മെറ്റൽ എന്ന് പറയുന്നത് സിങ്ക് ആണ്. ഈ ഫോഴ്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ഉണ്ട്, ഡൈൻ ഉണ്ട്. 1 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു 10⁵5 ഡൈൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ ഒരു ന്യൂട്ടൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ ബേക്കിംഗ് സോഡയെ പറ്റിയും അതുപോലെ തന്നെ വാഷിംഗ് സോഡയെ പറ്റിയും പറഞ്ഞു. ബേക്കിംഗ് സോഡ സോഡിയം കാർബണേറ്റ് ആണ്, NaHCO3 ആണ്. വാഷിംഗ് സോഡ സോഡിയം കാർബണേറ്റ് ആണ്, Na2CO3 ആണെന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അപ്പം 5 ചോദ്യം, കുറേ കാര്യങ്ങൾ എക്സ്ട്രാ കിട്ടിയില്ലേ. അടുത്ത സെറ്റിലോട്ട് പോവാം. 66ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ കെമിക്കൽ ഫോർമുല ഓഫ് ആൽക്കൈൻസ്? ALKYNES. മുദ്ര ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതെന്ന് പറയുന്നത്. നമുക്കറിയാം ഹൈഡ്രോ കാർബൺസ് പഠിക്കുമ്പോൾ നമ്മൾ പ്രധാനമായും 3 തരത്തിലാണ് നമ്മൾ പഠിക്കാറുള്ളത്. ആൽക്കെയിനുകളുണ്ട് അല്ലേ, സിംഗിൾ ബോണ്ടർ ആയിട്ടുള്ളത്. ആൽക്കെയിൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല കേട്ടോ. ഈ ടേബിൾ വരുന്നത് ആൽക്കീനാണ്. ഇതെന്താണ്, ഇത് ഡബിൾ ബോണ്ടാണ്, മാറിപ്പോരുത്. ആൽക്കെയിൻ സിംഗിൾ ബോണ്ടാണ്, ആൽക്കീൻ ഡബിൾ ബോണ്ടാണ്. ആൽക്കൈൻ എന്ന് പറയുന്നത് എന്താണ്, ട്രിപ്പിൾ ബോണ്ടാണ് എന്നും എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഇത് ആദ്യം മനസ്സിലാക്കുക, ബാക്കി ഞാൻ പറഞ്ഞുതരാം. ആൽക്കൈൻ നമ്മൾ സിംഗിൾ ബോണ്ടാണെന്ന് പറഞ്ഞു അല്ലേ. ഇനി നമ്മളിവിടെ ആൽക്കൈനിലെ ഏറ്റവും ഫസ്റ്റ് മെമ്പർ എന്ന് പറയുന്ന മെത്തൈൻ ആണ്. പിന്നെ നമ്മൾ എന്ത് എഴുതും, പിന്നെ നമ്മൾ എത്തൈൻ എഴുതും, പിന്നെ എന്ത് എഴുതും, പ്രൊപ്പൈൻ എഴുതും. അങ്ങനെ ബ്യൂട്ടൈൻ, പെൻറ്റീൻ, ഹെക്സൈൻ, പെൻറ്റൈൻ, ഹെക്സൈൻ, ഹെപ്റ്റൈൻ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, എഴുതി പോകാൻ പറ്റും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മൾ സിംഗിൾ ബോണ്ട് എഴുതുമ്പോൾ ആൽക്കൈൻ എഴുതുമ്പോൾ എ ആണ് ഇടയിൽ വരുന്നത് അല്ലേ. ഇതേ സമയം ഇത് ഡബിൾ ബോണ്ടിലോട്ട് പോകുമ്പോൾ ഇ ആയിട്ട് മാറും. അതായത് ഡബിൾ ബോണ്ടിൽ മെത്തീൻ എന്ന് പറഞ്ഞൊരു സാധനം എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ വരുന്ന ആദ്യത്തെ മെമ്പർ എത്തീൻ ആണ്. ആൽക്കീൻസിലെ ഡബിൾ ബോണ്ടിൽ ആദ്യത്തെ എത്തീൻ. 2 എണ്ണം ആകുമ്പോൾ കാർബൺ എണ്ണം വെച്ചാണ് ഇത് പറയുന്നത്. 2 കാർബൺ എണ്ണം ആകുമ്പോൾ എത്തീൻ, 3 എണ്ണം ആകുമ്പോൾ പ്രൊപ്പീൻ. ഇവിടെ അങ്ങനെ തന്നെയാണ്, ഞാൻ പറയും വിട്ട്. 1 എണ്ണം ആണെങ്കിൽ മെത്തൈൻ, 2 എണ്ണം ആണെങ്കിൽ എത്തൈൻ, 3 എണ്ണം ആണെങ്കിൽ പ്രൊപ്പൈൻ. അങ്ങനെയാണ് നമ്മൾ എഴുതുന്നത് കേട്ടോ. അപ്പോൾ 3 ആണെങ്കിൽ ഇവിടെ C3 എന്ന് കാണുന്നുണ്ടോ, പ്രൊപ്പീൻ. 4 ആണെങ്കിൽ ബ്യൂട്ടീൻ, അത് 1 ഇട്ട് എഴുതാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. 5 ആണെങ്കിൽ പെൻറ്റീൻ, ഹെക്സ്, ഹെപ്റ്റ്, ഒക്ടേൻ, അണ്ണ്, ഡെക്കി അല്ലേ. ഇത് മനസ്സിലായില്ലേ. ഇനി ഇതേ സാധനം ആൽക്കൈനിലോട്ട് പോകുമ്പോൾ, ട്രിപ്പിൾ ബോണ്ടിലോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറുന്ന വെച്ച് കഴിഞ്ഞാൽ എയും ഇയും കഴിഞ്ഞ് ഇനി ഏത് വരും, വൈ വരും. അത്രേ വ്യത്യാസമുള്ളൂ. എത്തൈൻ, പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ, പെൻഡൈൻ, ഹെക്സൈൻ, ഹെപ്റ്റൈൻ, അങ്ങനെ എന്ത് ചെയ്യും, നമ്മൾ എഴുതും. ഇതൊന്നുമല്ല, പക്ഷെ നമ്മളോട് ചോദിച്ചെന്താ, ആൽക്കൈൻസിന്റെ കെമിക്കൽ ഫോർമുല എന്താണ് ഈ കെമിക്കൽ ഫോർമുല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജനറലൈസ് ചെയ്ത് ഒരു ഫോർമുലയിലോട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ആൽക്കൈൻസിന്റെ ഫോർമുല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CnH2n+2 ആണ്. ആൽക്കൈൻസിന്റെ ഫോർമുല CnH2n+2 ആണ്. ഞാൻ പറഞ്ഞുതരാം, ഒന്ന് കേട്ടിരിക്കുക. ആൽക്കീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് CnH2n ആണ്. ആൽക്കീന്റെ ഫോർമുല എന്താ,
CnH2n ആണ്. അതേസമയം ആൽക്കൈൻ ആണെങ്കിൽ CnH2n-2 ആണ്. എന്താണ്? CnH2n-2 ആണ്. ഇതിപ്പോൾ എന്താ കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഈ N-ന് 1 2 3 നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതിയെന്നേ. അതായത് ഇപ്പോൾ ഇവിടെ ആൽക്കൈൻ അല്ലേ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആൽക്കൈൻ നമ്മൾ എഴുതുമ്പോൾ CnH2n+2 ആണ്. സിയുടെ വാല്യൂ 1 ആണെന്ന് വിചാരിക്കുക. അങ്ങനെ നമ്മൾ എഴുതും C1 H 2 + 2 4. ഈ CH4 ആണ് നമ്മുടെ മീഥേൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ എഴുതുമ്പോൾ C2 H 2 × 2 4 + 2 6. ഇതാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ എത്തൈൻ എന്ന് പറയുന്നത്. ഇങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്. C3 എന്ന് പറയുമ്പോൾ 2 × 2 4 C3 2 × 3 6 6 + 2 8 C3H8 മെത്തൈൻ എത്തൈൻ പ്രൊപ്പൈൻ. അതേസമയം ആൽക്കീനിലോട്ട് വരുമ്പോൾ അവരുടെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് CnH2n ആണ്. അതിവിടെ ഉണ്ട്. ഇനിയിപ്പോൾ എനിക്ക് എഴുതേണ്ട കാര്യമില്ല, ഒന്നിൽ നിൽക്കില്ല കാരണം ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ 2 സ്റ്റാർട്ട് ചെയ്യുന്നത്. C2 H 2 × 2 4 അതാണ് C2H4. C3 H 2 × 3 6 അതാണ് C3H6 എന്ന് പറയുന്നത്. അപ്പോൾ C4H8 C5H10 ഇങ്ങനെ ഡബിൾ ആയി വരും. കണ്ടോ 6 12 7 14 8 16 കാരണം 2n ആണ് അല്ലേ. അതേസമയം ആൽക്കൈൻ്റെ കേസിൽ വരുമ്പോൾ നിങ്ങൾ നോക്കിക്കോ. അപ്പോൾ നമ്മൾ ആദ്യം 2 ഇട്ടു എന്ന് വിചാരിക്കുക. C2 H 2 × 2 4 4 - 2 എന്തിന് വരും? 2 വരും. അതാണ് C2H2 എന്ന് പറയുന്നത്. ഇനി 3 ഇട്ട് കൊടുത്തോ. C3 H 2 × 3 6 6 - 2 4 ഇതേ C3H4. അപ്പോൾ ഇത് കിട്ടിയില്ലല്ലോ. കാർബണിന്റെ എണ്ണം അനുസരിച്ച് 1 ആണെങ്കിൽ മെത്ത്, 2 ആണെങ്കിൽ എത്ത്, 3 ആണെങ്കിൽ പ്രൊപ്പ്, 4 ആണെങ്കിൽ ബ്യൂട്ട്, 5 ആണെങ്കിൽ പെന്റ്, അങ്ങനെ പോകും. ആൽക്കെയിൻ ആണെങ്കിൽ നമ്മൾ ANE എന്ന് വിളിക്കും, സിംഗിൾ ബോണ്ട്. ഡബിൾ ബോണ്ട് ആണെങ്കിൽ നമ്മൾ ആൽക്കീൻ ENE എന്ന് വിളിക്കും. ആൽക്കെയിൻ ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ നമ്മൾ YNE എന്ന് വിളിക്കും. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അപ്പോൾ ഈ ജനറൽ ഫോർമുല മൂന്നിൻ്റെയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇപ്പം തന്നെ അടിവരയിട്ട് പെട്ടിയിലാക്കി നോട്ട് ചെയ്ത് വെക്കുക. ആൽക്കെയിൻ ആണെങ്കിൽ CnH2n+2, ആൽക്കീൻ ആണെങ്കിൽ CnH2n, അതുപോലെ CnH2n-2. ഇതുപോലെ ചില കോമ്പൗണ്ട് തന്നിട്ട് ഇപ്പോൾ ചുമ്മാ C6H10 തരും, എന്നിട്ട് ഏതാ കോമ്പൗണ്ട് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് വഴി. അപ്പോൾ അങ്ങനെ തന്നാലും കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് മതി? ഈ തന്നിരിക്കുന്ന ഫോർമുല വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഓർക്കാനും വളരെ സിമ്പിളാണ്. ഇവിടെ +2, ഇവിടെ ആ 2 പോയി, ഇവിടെ -2, ഇവിടെ +2, ഇവിടെ 2 പോയി, ഇവിടെ -2. അങ്ങനെ എന്ത് ചെയ്താൽ മതി? അത് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ എന്താ ചോദിച്ചത്? ആൽക്കൈൻസിന്റെ ജനറൽ ഫോർമുലയാണ് ചോദിച്ചത്. +2 2 പോയി, പിന്നെ -2, അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്. അപ്പോൾ H2n-2 എന്ത് ചെയ്യുക? ആൽക്കൈൻസിന്റെ ജനറൽ ഫോർമുല ഓർത്ത് വയ്ക്കുക. എല്ലാം മനസ്സിലായല്ലോ. എന്താണ് ആൽക്കൈൻ, എന്താണ് ആൽക്കീൻ, എന്താണ് ആൽക്കൈൻ, അവരുടെ ജനറൽ ഫോർമുല എങ്ങനെയാണ്, അവർ കോമ്പൗണ്ട് തന്നാൽ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്, അതാണ് ഇത് ഇവിടെ വരുന്നത്. പിന്നെ അതുകൂടി അങ്ങ് പറയാലോ. ഒപ്പം പറഞ്ഞ പണി കഴിഞ്ഞല്ലോ. ഇവിടെ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? CH3 എന്നാണ്. അതിനർത്ഥം എന്താ? C2H6 ആണ് തന്നിരിക്കുന്നത് അല്ലേ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, തൊട്ടപ്പുറത്ത് നോക്കിയിട്ടുണ്ട്. അതായത് ആൽക്കീൻ ആണെങ്കിൽ എന്തെങ്കിലും ഡബിൾ ആയിട്ട് വരണം അല്ലേ. ഇവിടെ ഡബിൾ ആയിട്ടാണോ വന്നിരിക്കുന്നത്? അല്ല. ഇത് ഏത് ഫോർമുലയാണ് സാറ്റിസ്ഫൈ ചെയ്യാൻ പോകുന്നത്? ഇത് CnH2n+2 എന്നുള്ള ഫോർമുലയാണ് സാറ്റിസ്ഫൈ ചെയ്യാൻ പോകുന്നത് അല്ലേ. കാരണം C2 H 2 × 2 4 4 + 2 6 ആണെന്ന് മനസ്സിലായി. ബേസിക്കലി കാർബണിന്റെ എണ്ണം 2 ആണെങ്കിൽ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, എത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. പിന്നെ ഇവിടെ എന്താ ഉള്ളത്? സിംഗിൾ ബോണ്ട് ആണുള്ളത്. സോ നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റും? എത്തൈൻ ആണെന്ന് പറയാൻ പറ്റും. വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് വെരിഫൈ ചെയ്യാം. C2H6 ആണ്. CnH2n+2 എന്ന് പറയുന്നത് നമ്മുടെ ഫോർമുലയാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. സോ ഒബ്വിയസ്ലി ഇത് എന്താണ്? അത് എത്തൈൻ ആണ്. ഐഡിയ മനസ്സിലായല്ലോ എങ്ങനെ സിമ്പിൾ ആയിട്ട് കിട്ടുന്നത് എന്നുള്ളത്. അപ്പോൾ അതും പഠിച്ചു. ഇനി 67ാമത്തെ ചോദ്യം, വാട്ട് ഈസ് എനി എക്സ്റ്റേണൽ പുഷ് ഓർ പുൾ അപ്ലൈഡ് ഓൺ എ ബോഡി കാൾഡ്? ഒരു ബോഡിയിൽ നമ്മൾ കൊടുക്കുന്ന പുഷിനെയോ പുള്ളിനെയോ നമ്മൾ എന്താണ് പറയാറുള്ളത്? ഇറ്റ്സ് കോൾഡ് ഫോഴ്സ്. ഫോഴ്സിന്റെ ഡെഫിനിഷൻ ആണ് അല്ലേ. ഇനി എക്സ്റ്റേണൽ പുഷ് ഓർ പുൾ അപ്ലൈഡ് ഓൺ എ ബോഡി ഈസ് കോൾഡ് എന്തെന്ന് പറയുന്നത്? ഫോഴ്സ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം 68ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ബൈ പ്ലാന്റ്സ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്? ഫോട്ടോസിന്തസിന്റെ സമയത്ത് നമുക്കറിയാം ഏറ്റവും ക്ലാസിക് പ്ലാന്റ്സ് ഉപയോഗിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ക്ലാസിക് ഉത്തരം എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിരുന്നു. പക്ഷെ അത് എന്തുണ്ടായിരുന്നില്ല? ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഓപ്ഷൻ ഉണ്ടായിരുന്നത് സൺലൈറ്റ് ആണ് അല്ലേ. നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്, സൂര്യപ്രകാശത്തിന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും സഹായത്തോടു കൂടി പ്ലാന്റ്സ് അവരുടെ സ്വന്തമായി ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. സോ CO2 സൺലൈറ്റും അതിന് എന്താണ്? വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളാണ്. അടുത്ത ചോദ്യം 70ാമത്തെ ചോദ്യം. 69 നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. ദ സിമ്പിൾ ഓഫ് കോൺസ്റ്റന്റ് ഓഫ് ഗ്രാവിറ്റേഷൻ ഈസ്. വളരെ സില്ലി ആയിട്ടുള്ളൊരു ചോദ്യമാണ്. കോൺസ്റ്റന്റ് ഓഫ് ഗ്രാവിറ്റേഷന്റെ സിമ്പിൾ എന്താണ്? എല്ലാവർക്കും അറിയാം എന്താണ്? അത് G ആണ്. പക്ഷെ അത് അങ്ങനെ വിടാൻ പറ്റില്ല. കാരണം എപ്പോഴും ചോദ്യം വരാറുള്ളത്, എപ്പോഴും ഞാൻ കുറേ തവണ കണ്ടിട്ടുള്ള ചോദ്യം, ജിയുടെ വാല്യൂ അല്ല, ജിയുടെ യൂണിറ്റ് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ഓർത്ത് വെക്കണം. അത് ഓർക്കാൻ വളരെ എളുപ്പമാണ്. ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. എന്താണ് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് വസ്തുക്കൾ M1 M2 എന്ന് പറയുന്ന രണ്ട് വസ്തുക്കൾ ഉണ്ടെങ്കിൽ അവർ രണ്ടുപേരുടെയും ഇടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് രണ്ടുപേരുടെയും മാസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും അവർ തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും ആയിരിക്കുന്നതാണ് ന്യൂട്ടൺ പറഞ്ഞത്. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. രണ്ട് വസ്തുക്കൾ പരസ്പരം അട്രാക്ട് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സിനെയാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ ചോദ്യമായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അത് നിങ്ങൾക്കറിയാം അല്ലേ.
ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇത്രയും ന്യൂട്ടൺ പറഞ്ഞിട്ടുള്ളൂ. 2 വസ്തുക്കൾക്കിടയിലുള്ള ഫോഴ്സ്. ഈ M1 M2 അപ്പോൾ F1 F2 രണ്ടിനിടയിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് അവ രണ്ടിന്റെയും മാസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അതെന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ് ആണ്. ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദെയർ ഡിസ്റ്റൻസ്. രണ്ടുപേരുടെ ഇടയിലുള്ള ഡിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ് ഇത്തരത്തിലൊരു ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് എന്ത് ചെയ്യും? ഒരു കോൺസ്റ്റന്റ് ഇട്ട് കൊടുത്തുകൊണ്ട് അതിനെ നമ്മൾ ഈക്വൽ ടു എഴുതും അല്ലേ? അപ്പോൾ M1 M2 r സ്ക്വയർ എഴുതി. അങ്ങനെ നമ്മളിവിടെ പ്ലേസ് ചെയ്യുന്ന കോൺസ്റ്റന്റ് ആണ് ഇതെന്ന് പറയുന്നത് G എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ വിളിക്കുന്നത് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്നാണ് വിളിക്കുന്നത്. യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇതിന്റെ വാല്യൂ 6.67 × 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ ആണ്. വാല്യൂം പഠിക്കണം, വാല്യൂം ചോദിക്കാറുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതൊന്ന് പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂണിറ്റ് ആണ്. ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഈ ഇക്വേഷൻ അങ്ങോട്ടോ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അതിന് ഈസി ആയിട്ട് നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് ഇതിന്റെ യൂണിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഇപ്പോൾ G = എന്താ വരിക? F1 F2 ഞാൻ കമ്പൈൻഡ് ആയിട്ട് F എന്ന് വിളിക്കുന്നുണ്ട്. r സ്ക്വയർ ഡിവൈഡഡ് ബൈ M1 M2 അല്ല വരാൻ പോകുന്നത്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ന്യൂട്ടൺ ആണ്. r എന്ന് പറയുമ്പോൾ എന്താ? ഡിസ്റ്റൻസ് ആണ്, മീറ്റർ സ്ക്വയർ ആണ്. താഴെ എന്താ? M1 M2 കിലോഗ്രാം ഇൻറ്റു കിലോഗ്രാം ആണ്, കിലോഗ്രാം സ്ക്വയർ ആണ്. ഇത്രയേ ഉള്ളൂ ഈ യൂണിറ്റ് എന്ന് പറയുന്നില്ല. അത് ബൈ ഹാർട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ എന്താണ് ഇത് അറിഞ്ഞിരിക്കുക എന്നുള്ളത് എന്താ നല്ല കാര്യമാണ്. നമ്മളിപ്പോൾ എന്താ ചെയ്തത്? ഈ G അല്ലേ, G ഞാൻ ഇക്വേഷൻ അറേഞ്ച് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എന്നാലും നമുക്ക് ഈ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ കിട്ടും. എക്സാം ഹാളിൽ നിന്ന് അത്രയും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. സോ എന്ത് ചെയ്യുക? പറ്റുമെങ്കിൽ മനസ്സിലാക്കി തന്നെ മനസ്സിലൊന്ന് ഓർത്ത് വെക്കാൻ ട്രൈ ചെയ്യുക. അപ്പോൾ എന്താണ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്നുള്ളതിൻ്റെ എന്ന് മനസ്സിലായി. അതിൻ്റെ വാല്യൂ പഠിച്ചു, അതിൻ്റെ യൂണിറ്റ് പഠിച്ചു. പക്ഷേ ഇവിടെ ചോദിച്ചെന്തായിരുന്നു? അവയുടെ സിമ്പിൾ എന്താണെന്നുള്ളതാണ്. അത് വളരെ ഈസി ആയിട്ട് നമുക്കറിയാം. എന്താണ് അത്? G ആണ്. സെറ്റ് അല്ലേ? പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യാലോ. ആൽക്കൈൻസിന്റെ കെമിക്കൽ ഫോർമുല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CnH2n-2 ആണ്. എക്സ്റ്റേണൽ പുഷ് ഓർ പുള്ളിനെയാണ് നമ്മൾ ഫോഴ്സ് എന്ന് പറയുന്നത്. ഫോട്ടോസിന്തസിസിൽ പ്ലാന്റ്സിന് വേണ്ടത് സോളാർ എനർജിയും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും ആണ്. CH3 എത്തൈനാണ്. കോൺസ്റ്റന്റ് ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത് G ആണ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 6.67 × 10⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ ആണ്. ആ ലോ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് ന്യൂട്ടൺ ആണ്. അതും ചോദിക്കാറുണ്ടോ? ഹൂ പ്രപ്പോസ്ഡ് ഈ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞ ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഗ്രാവിറ്റി കണ്ടുപിടിച്ചത് ന്യൂട്ടൺ എന്ന് പറയാം. പക്ഷേ ഇങ്ങനെ ഒരു നിയമം അങ്ങനെ പ്രപ്പോസ് ചെയ്ത് ഒരു പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കണമെന്നില്ല. അപ്പോൾ അതുകൂടി ഓർത്ത് വയ്ക്കുക. ന്യൂട്ടൺ ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഗ്രാവിറ്റേഷണൽ നിയമം, ഗുരുത്വാകർഷണ നിയമം പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെറ്റല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലോട്ട് പോട്ടെ. അടുത്ത ചോദ്യം 71ാമത്തെ ചോദ്യം. ദി റിലേറ്റീവ് അറ്റോമിക് മാസസ് ഓഫ് all elements have been found with respect to an atom of. നമ്മൾ റിലേറ്റീവ് അറ്റോമിക് മാസ് കണ്ടുപിടിക്കാറുണ്ട്. നമ്മൾ റിലേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താ? ആപേക്ഷികതയാണ് അല്ലെ? മറ്റു വസ്തുവുമായി കമ്പയർ ചെയ്ത് ഇതിന് എത്ര ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്ന പരിപാടിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈ റിലേറ്റീവ് എന്ന് പറയുന്ന പദം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ എലമെന്റ്സിന്റെ അറ്റോമിക് മാസ് അളക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതിന്റെ ആറ്റം ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ റിലേറ്റീവ് അറ്റോമിക് മാസിനെ ബേസ് ചെയ്ത് പിന്നെയും ചോദ്യം വന്നിട്ട് അതുകൊണ്ട് ഞാൻ ഇതിന്റെ ഇക്വേഷൻ ഒന്ന് പറഞ്ഞുതരാം. അത് ഇതാണ് ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ആവറേജ് മാസ് ഓഫ് ആൻ ആറ്റം, ഒരു ആറ്റത്തിന്റെ ആവറേജ് മാസ് ഡിവൈഡഡ് ബൈ 1/12 ഓഫ് മാസ് 1/12 മാസ് ഓഫ് വൺ ആറ്റം ഓഫ് കാർബൺ 12. അവനെയാണ് നമുക്ക് വേണ്ടത്. ഈ C12 ആണ് എന്തുള്ളത്? നമുക്ക് ആവശ്യമുള്ളത്. ഒരു വസ്തുവിൻ്റെ റിലേറ്റീവ് അറ്റോമിക് മാസ്, ഒരു എലമെന്റിന്റെ റിലേറ്റീവ് അറ്റോമിക് മാസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ആറ്റത്തിന്റെ ആവറേജ് മാസ് ഡിവൈഡഡ് ബൈ കാർബൺ 12 ആറ്റത്തിന്റെ 1/12 ഓഫ് ദി മാസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. അത് മനസ്സിലായല്ലോ? റിലേറ്റീവ് എന്ന് പറയുമ്പോൾ എപ്പോഴും അതാണല്ലോ, ആ ഒരു വസ്തുവിന്റെ ഡിവൈഡഡ് ബൈ നമ്മളൊരു റെഫറൻസ് ആയിട്ട് എടുക്കുന്ന ഒരു വസ്തു. ആ റെഫറൻസ് ഇവിടെ എന്താണ്? ആ വിത്ത് റെസ്പെക്ട് ഇവിടെ എന്താണെന്ന് ചോദിച്ചത്. സോ ആൻസർ നമുക്ക് ഓൾറെഡി കിട്ടി. എന്താണ്? കാർബൺ 12 ആണ്. ഇക്വേഷനും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. 72ാമത്തെ ചോദ്യം. കൊറോഷൻ കോസസ് ഡാമേജ് എസ്പെഷ്യലി ദാറ്റ് ഓഫ്. പഴയ വിഞ്ഞ് പുതിയ കുപ്പി. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞുള്ളൂ ഇരുമ്പിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് നമ്മൾ ഗാൽവനൈസേഷൻ യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ സിങ്ക് കവറിംഗ് ആയിട്ട് കൊടുക്കുന്നു. സോ കൊറോഷൻ, തുരുമ്പ് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്ന ആർക്കാണ്? ഇരുമ്പിനെയാണ്. 73 സൗണ്ട് പ്രൊപ്പഗേറ്റ്സ് മാക്സിമം ഇൻ. ഓപ്ഷൻ കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് പറയാൻ പറ്റും. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നൊക്കെയാണ് ഉണ്ടായിരുന്നത്. ശബ്ദത്തിന് ഏറ്റവും കൂടുതൽ വേഗത ഉള്ളത് ഏതിലാണ്? സോളിഡ് ഫേസിലാണ് ശബ്ദത്തിന് ഏറ്റവും കൂടുതൽ വേഗത. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്റ്റീലാണ് സാധാരണ ഓപ്ഷനിൽ ഉണ്ടാവാറുള്ളത്. ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ശബ്ദത്തിന് സഞ്ചരിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന സ്റ്റീലാണ്. അതുകൂടി എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 74ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെക്നിക് ഈസ് യൂസ് ടു നോ ദ ഏജ് ഓഫ് എ ട്രീ ഇൻ ഇയേഴ്സ്. കാലപ്പഴക്കം, ഒരു മരത്തിന്റെ കാലപ്പഴക്കം അറിയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക് എന്താണ്? അതിന്റെ ടെക്നോളജി എന്താണ് എന്നാണ് ചെയ്തിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എല്ലാവർക്കും അറിയുന്നതാണ്. ഒരു മരത്തിന്റെ കാലപ്പഴക്കം അളക്കാനായിട്ട് നമ്മൾ എണ്ണുന്നത് എന്താണ്? ആ ട്രീയിൽ റിംഗ് ഉണ്ടാവില്ല, ആനുവൽ ട്രീ റിംഗ്സ് എന്ന് പറയും. അതായത് ഓരോ വർഷം കഴിയും തോറും ആ മരത്തിന്റെ തടി, ഞാനൊരു പാടം ഇടാൻ വിട്ടുപോയി, അല്ലെങ്കിൽ കുറച്ചുകൂടി എനിക്ക് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമായിരുന്നു. ആ മരത്തിന്റെ തടിയിൽ എന്താ നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണല്ലോ. എണ്ണങ്ങൾ എന്ത് ചെയ്യും? ആ വട്ടത്തിന്റെ എണ്ണങ്ങൾ, റിങ്ങിന്റെ എണ്ണം എന്ത് ചെയ്യും? ഇങ്ങനെ കൂടി വരും. അപ്പോൾ ഓരോ വർഷം കഴിയും തോറും കൂടും. അത് എത്ര എണ്ണം ഉണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ മരത്തിന് അത്രയും വയസ്സായി എന്നാണ് എന്ത് ചെയ്യാറുള്ളത്? നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ഈ ട്രീ റിംഗ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ഒരു മരത്തിന്റെ
കാലം കണക്കാക്കുന്നത്, അതിന് എത്ര വയസ്സായി എന്ന് കണക്കാക്കുന്നത്. ഈ ട്രീ റിങ്സിനെ പറ്റിയുള്ള പഠനമാണ് ഡെൻഡ്രോക്രോണോളജി. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് സ്റ്റഡി ഓഫ് ട്രീ റിങ്സ്. ഈ മരത്തിലെ വട്ടങ്ങളുടെ എണ്ണം നമ്മൾ എടുക്കുന്ന അതിനെ പറ്റിയുള്ള പഠനത്തിനെ, അതിനെ പറ്റിയുള്ള ശാസ്ത്രശാഖയെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഡെൻഡ്രോക്രോണോളജി എന്ന് വിളിക്കുന്നത്. അപ്പോൾ മരത്തിൻ്റെ പ്രായം അറിയാൻ ഉപയോഗിക്കുന്നത് ട്രീ റിങ്സ് ആണ്, ആനുവൽ ട്രീ റിങ്സ് എണ്ണിയിട്ടാണ്. അതുപോലെ തന്നെ അതിനെപ്പറ്റിയുള്ള പഠനമാണ് ഇതെന്ന് പറയുന്നത് ഡെൻഡ്രോക്രോണോളജി എന്ന് പറയുന്നത്. 75 ഓൾറെഡി നമ്മൾ സംസാരിച്ചൊരു ആൻസർ തന്നെയാണ്. ഡാഷ് ഈസ് ആൻ ഇംഗ്ലീഷ് നാച്ചുറലിസ്റ്റ്, ജിയോളജിസ്റ്റ് ആൻഡ് ബയോളജിസ്റ്റ് ബെസ്റ്റ് നോൺ ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻസ് ടു ദ സയൻസ് ഓഫ് എവല്യൂഷൻ. കഴിഞ്ഞ ക്ലാസ്സിലാണ് സംസാരിച്ചത്. നാച്ചുറലിസ്റ്റ് ആണ്, ജിയോളജിസ്റ്റ് ആണ്, ബയോളജിസ്റ്റ് ആണ്. എവല്യൂഷൻ ആണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സംഭാവന. കഴിഞ്ഞു. ഇനി നമുക്ക് ആരെങ്കിലും വേണോ? വേണ്ട. എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആരേ വരുള്ളൂ? ചാൾസ് ഡാർവിൻ എന്നേ വരുള്ളൂ. ഇദ്ദേഹം പോയ ദ്വീപാണ് ഏതെന്ന് പറയുന്നത്? ഗാലപ്പഗോസ് ദ്വീപ് എന്ന് പറയുന്നത് അല്ലേ? ഗാലപ്പോസ് ദ്വീപ് എന്നാണ് പ്രൊനൗൺസ് ചെയ്യാറുള്ളത്. അതുകൂടി എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തിരിക്കുക. ഇദ്ദേഹം പോയ കപ്പലുണ്ട്, അത് കേരള PSC ഇടയ്ക്ക് ചോദിക്കാറുള്ള ചോദ്യമാണ്. ചാൾസ് ഡാർവിൻ പോയ കപ്പലിൻ്റെ പേര് ഏതാണെന്ന് നിങ്ങൾ എനിക്ക് താഴെ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞു തരണം. കമൻറ്റ് സെക്ഷനിൽ ഇപ്പോൾ കുറച്ചുകൂടി ആളുകൾ ആക്റ്റീവാണ്. കുറേ പേര് ശരി ഉത്തരം പോസ്റ്റ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിനൊക്കെ നല്ല രീതിയിലുള്ള റെസ്പോൺസ് ഉണ്ടായിരുന്നു. സന്തോഷം. അത് വീണ്ടും എന്താ പറയുക, നിങ്ങളത് കീപ്പപ്പ് ചെയ്യുക. എനിക്കത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. നിങ്ങൾക്കും ആൻസർ അറിഞ്ഞ് പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു സന്തോഷമാണെന്ന് അറിയാം. അപ്പോൾ അറിയുന്നവർ എന്തായാലും എന്ത് ചെയ്യുക? അതൊന്ന് പോസ്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുക. അപ്പോൾ ഓക്കെ, റിലേറ്റീവ് അറ്റോമിക് മാസ് ഓഫ് എലമെൻറ്റിൻ്റെ ഫോർമുല ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണിച്ചു തരാൻ മറന്നുപോയി. നമ്മളവിടെ പറഞ്ഞ കാര്യം തന്നെയാണ്, പ്രത്യേകിച്ച് എന്തില്ല, മാറ്റമൊന്നുമില്ല. അപ്പോൾ നമ്മൾ പഠിച്ചത് പെട്ടെന്ന് റിവൈസ് ചെയ്യാം. റിലേറ്റീവ് അറ്റോമിക് മാസ് നമ്മൾ മെഷർ ചെയ്യുന്നത് C2ൻ്റെ മാസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. കൊറോഷൻ, തുരുമ്പ് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന ഇരുമ്പിനെയാണ്. സൗണ്ട് ഏറ്റവും ഫാസ്റ്റായിട്ടും ഏറ്റവും നന്നായിട്ടും പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സോളിഡിലാണ്. ഒരു ട്രീയുടെ ഏജ് നമ്മൾ കണക്കാക്കുന്നത് ട്രീ റിങ്സിൻ്റെ എണ്ണം എടുത്തുകൊണ്ടാണ്. ഒരു ഇംഗ്ലീഷ് നാച്ചുറലിസ്റ്റ്, സയൻസ് ഓഫ് എവല്യൂഷൻ, അത്രയും മതി. ആരാണ്? ചാൾസ് ഡാർവിൻ ആണെന്നും ഓർത്തിരിക്കുക. അടുത്ത പോയിന്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. academies.online.com എന്നാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര്. ഈ വെബ്സൈറ്റിലൂടെയാണ് ഞാൻ നിങ്ങൾക്ക് CGL, CHSL, MTS, NTPC, ഗ്രൂപ്പ് ഡി തുടങ്ങിയ കോഴ്സുകളുടെ കംപ്ലീറ്റ് കോഴ്സുകളും അതുപോലെ തന്നെ സബ്ജക്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പെയ്ഡ് ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓൾറെഡി കോഴ്സ് എടുത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഗം സ്കിപ്പ് ചെയ്ത് പോകാം. കാരണം നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നവരാണ്. അല്ലാത്തവർ ഒന്ന് കേട്ടിരിക്കുക. നിങ്ങളിങ്ങനെ എടുക്കുമ്പോൾ ആദ്യം തന്നെ സൈൻ ഇൻ ടു അറ്റൻഡ് ക്ലാസ്സസ് എന്ന് കാണിക്കും. അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇമെയിൽ ID വെച്ച്, Gmail ID വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ഒറ്റ ഇമെയിൽ ID ഉള്ളെങ്കിൽ നിങ്ങളിപ്പോൾ ഓൾറെഡി സൈറ്റിനകത്ത് എത്തിയിട്ടുണ്ടാവും. ഒന്നിൽ കൂടുതൽ എണ്ണം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെ അത് ലിസ്റ്റ് ചെയ്യും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇമെയിൽ ID നിങ്ങൾ യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്ത് എന്ത് ചെയ്യുക? സൈറ്റിനകത്തോട്ട് നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കോഴ്സുകളിലൂടെ കാണാൻ കഴിയും. ഈ കോഴ്സുകളിൽ എല്ലാ കോഴ്സുകളും തന്നെ SSC RRB ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ്. കേരള ഹിസ്റ്ററി ഒഴികെ. കേരള PSCക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത കോഴ്സാണ്. നമ്മുടെ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ SSC CGL ഒരു കോഴ്സ്, CHSL ഒരു കോഴ്സ്, MTS ഒരു കോഴ്സ്, അങ്ങനെയല്ല. അല്ലെങ്കിൽ NTPCക്ക് ഒരു കോഴ്സ്, ഗ്രൂപ്പ് ഡിക്ക് ഒരു കോഴ്സ്, അങ്ങനെയല്ല. നമ്മൾ എല്ലാ SSC RRB പരീക്ഷകൾക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് കോഴ്സിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു കോഴ്സ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ RRB SSC പരീക്ഷകൾക്കും ലൈഫ് ടൈം വാലിഡിറ്റിയോടുകൂടി നിങ്ങൾക്ക് എല്ലാ കാലത്തും അല്ലെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നവരെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ മാക്സിമം എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മുടെ എല്ലാ കോഴ്സും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി കോഴ്സിനെ പറ്റി പറയുന്ന സമയത്ത് ഇപ്പോൾ ഇതിലിപ്പോൾ ഞാൻ എന്താണ് ഞാൻ ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾക്കറിയാം SSCക്ക് ഇംഗ്ലീഷ് ഉണ്ട്, RRBക്ക് എന്തില്ല? ഇംഗ്ലീഷ് ഇല്ല. സോ SSC MTSനാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ RRB NTPCക്കാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നെങ്കിൽ ഇതിൽ അഡ്വാൻസ്ഡ് മാത്സും ഇംഗ്ലീഷും എന്തില്ല? നിങ്ങൾക്ക് ആവശ്യമില്ല. RRB NTPCക്ക് ആണെങ്കിൽ ബാക്കി എല്ലാ സബ്ജക്ട്സും, കേരള ഹിസ്റ്ററി വിട്ടേക്ക്, അത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട, ബാക്കി എല്ലാം എന്ത് ചെയ്യേണ്ടതുണ്ട്? നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അതേസമയം MTSനാണ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അതിനൂടെ ഇംഗ്ലീഷ് കൂടി നിങ്ങൾ എടുക്കണം എന്ന് പറയും. അതേസമയം നിങ്ങൾ ഇനി CGLനോ CHSLനോ ആണെങ്കിൽ ഇംഗ്ലീഷ് മാത്രം പോരാ, കൂടെ എന്തുകൂടി നിങ്ങൾ പഠിക്കണം? അഡ്വാൻസ്ഡ് മാത്സ് കൂടി നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പർ കൊടുക്കാം. അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഫീ ഡീറ്റെയിൽസും ഞാൻ സൈഡിൽ കൊടുക്കാം. CGL, CHSL, MTS, NTPC, ഗ്രൂപ്പ് ഡി തുടങ്ങിയത് പാക്കേജ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റ് ആയിട്ടും എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇനി നമ്മളൊരു കോഴ്സിനകത്ത് കയറി കഴിഞ്ഞാൽ, ഇപ്പോൾ ഫിസിക്സിനകത്ത് നമ്മൾ കയറാമെന്ന് വിചാരിക്കുക. ഫിസിക്സിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു മെസ്സേജാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക. പക്ഷേ നിങ്ങൾ അത് കരുതി നിങ്ങൾക്ക് ഒറ്റ ക്ലാസ്സും കാണിക്കാതെയല്ല നമ്മൾ ചെയ്യുന്നത്. എല്ലാ ഇതിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സെക്ഷൻസ് കാണാൻ കഴിയുന്നുണ്ട്. ഫിസിക്സ്, ആസ്ട്രോണമി, ഫിസിക്സ് പ്രോബ്ലംസ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. ഇതിൽ എല്ലാ സെക്ഷനിലെയും ആദ്യത്തെ ക്ലാസ്സും ആദ്യത്തെ പരീക്ഷ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡെമോ ക്ലാസ്സുകളും ഡെമോ എക്സാംസും ആണ്. ഓരോ ക്ലാസ് കഴിയുമ്പോഴും 10 ചോദ്യങ്ങളുടെ ഒരു പരീക്ഷ ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഫുൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുപോലെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമാണ് നമ്മളവിടെ എന്ത് ചെയ്യുന്നത്? നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതൊരു വലിയൊരു കിടിലൻ റിവിഷൻ ടെക്നിക്കാണ്. അതുകൊണ്ട് ക്ലാസ്സുകൾ കാണാം, ആ പരീക്ഷ അറ്റൻഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് അത് യൂസ്ഫുൾ ആണെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് കോഴ്സ് എടുക്കാം. എങ്ങനെയാണ് കോഴ്സ് എടുക്കേണ്ടത്, എന്താണെന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം എന്ത് ചെയ്യാം? ഞാൻ താഴെ പ്രൊവൈഡ് ചെയ്യാം. ഇതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹിസ്റ്ററി, അതുപോലെ തന്നെ റീസണിങ്, മാത്സ്, കമ്പ്യൂട്ടർ നോളേജ്, സ്റ്റാറ്റിക് GK നല്ലൊരു ഭാഗം എല്ലാം ഞാനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതല്ലാതെ
പൊളിറ്റി, കറണ്ട് അഫയേഴ്സ് ദെൻ അതുലാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ജിയോഗ്രഫിയും എക്കണോമിക്സും സ്റ്റാറ്റിക് ജികെയിലെ നല്ലൊരു ഭാഗം ദാസനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇംഗ്ലീഷ് നമ്മുടെ സ്മിത മിസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. അഡ്വാൻസ്ഡ് മാത്സ് ആണെങ്കിൽ 2 വട്ടം CGയിൽ അച്ചീവ് ചെയ്തിട്ടുള്ള സനൂപാണ് ഹാൻഡിൽ ചെയ്യുന്നത്. സോ എല്ലാ കോഴ്സുകളും ഏത് എഡ്യൂക്കേറ്റർ ആയാലും നമ്മൾ അത്രയും എന്താ പറയുക എഫേർട്ട് ഇട്ട് നിങ്ങൾക്ക് എത്രത്തോളം നന്നായി തരാൻ പറ്റുമോ അത്രത്തോളം നന്നായി തരാൻ വേണ്ടിയിട്ടാണ് തന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഒരു വെബ്സൈറ്റിൻ്റെ രീതി എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യുക, നിങ്ങൾ കയറി നോക്കുക, ലിങ്കും കാര്യങ്ങളും ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ ഉറപ്പിച്ചു തരാം, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മാത്രമല്ലേ നിങ്ങളിത് എടുത്തിട്ട് കാര്യമുള്ളൂ. മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, എന്നെ കോൺടാക്ട് ചെയ്യുക, നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയും നേരം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടിരുന്നതിന് നന്ദി. നമുക്ക് എങ്ങോട്ട് തന്നെ പോവാം, തിരിച്ച് നമ്മുടെ ക്ലാസ്സിലോട്ട് തന്നെ പോവാം. അടുത്ത ചോദ്യം 76ാമത്തെ ചോദ്യം. ആൻ എക്സ്പ്രഷൻ ഫോർ ദ കൈനറ്റിക് എനർജി ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ്. ഒരു വസ്തുവിൻ്റെ കൈനറ്റിക് എനർജി കാണാനുള്ള എക്സ്പ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്, ഇക്വേഷൻ തന്നെയാണ് അർത്ഥാക്കുന്നത്. ഇക്വേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം കൈനറ്റിക് എനർജി അഥവാ കൈനറ്റിക് എനർജിയുടെ മലയാളം എന്താണ്, ഗതികോർജ്ജം എന്നാണ് കൈനറ്റിക് എനർജി മലയാളത്തിൽ പറയുന്നത്. ഒരു വസ്തുവിൻ്റെ ഗതികോർജ്ജം കാണാൻ കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻ എന്താണ്, ഹാഫ് mv² എന്നാണ് നമ്മൾ കൈനറ്റിക് എനർജി കാണാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൽ m എന്ന് പറയുന്നത് ആ വസ്തുവിൻ്റെ മാസ് ആണെന്നും v എന്ന് പറയുന്നത് ആ വസ്തുവിൻ്റെ വെലോസിറ്റി ആണെന്നും എന്താണ് എല്ലാവർക്കും അറിയുന്നതാണ്. ഒപ്പം തന്നെ പറയേണ്ടുന്ന ഒരു കാര്യമാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും എൻ്റെ ഒരു സമാധാനത്തിന് പൊസിഷൻ കൊണ്ടുണ്ടാവുന്ന എനർജിയാണ് ഏതെന്ന് പറയുന്നത്, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് അല്ലേ, എല്ലാവർക്കും അറിയാം. സ്ഥിതികോർജ്ജം, പൊട്ടൻഷ്യൽ എനർജി എന്ന് വെച്ചാൽ എന്താണ്, സ്ഥിതികോർജ്ജം എന്ന് നമ്മൾ പറയും. ഇത് കാണാനുള്ള ഇക്വേഷൻ എന്താണ്, പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഇക്വേഷൻ ആണ് ഇതെന്ന് പറയുന്നത് mgh എന്ന് പറയുന്നത്. വേറെ m ഈസ് ദ മാസ്, g ഈസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആൻഡ് h എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബോഡിയുടെ പൊസിഷൻ എത്ര ഹൈറ്റിലാണ് ഇരിക്കുന്നത് എന്നാണ് എന്ത് ചെയ്യുന്നത്, അത് അർത്ഥമാക്കുന്നത്. ഇപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിതികോർജ്ജമാണ്. ആരോ താഴെ കമന്റ് ഇട്ടിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, അതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നത്. കൈനറ്റിക് എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവ്മെന്റ് കൊണ്ടുണ്ടാവുന്ന എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗതികോർജ്ജമാണ്. അടുത്ത ചോദ്യം 77ാമത്തെ ചോദ്യം. അപ്പോളോ 11 ദ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ദാറ്റ് ലാൻഡഡ് ഹ്യൂമൻസ് ഓൺ മൂൺ. അത് തന്നെ ഒരു ചോദ്യമാണ് കേട്ടോ. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാല് കുത്തുമ്പോൾ ആ പോയ വാഹനത്തിന്റെ പേര് ഏതാണ് എന്നുള്ളതാണ്. ആ വാഹനത്തിന്റെ പേര് അപ്പോളോ 11 ആണ്, അത് ഓർത്തിരിക്കുക. വാസ് ലോഞ്ച്ഡ് ഇൻ വിച്ച് ഇയർ, ഏത് വർഷത്തിലാണ് അത് ലോഞ്ച് ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാല് കുത്തുന്നത് 1969ലാണ്. അക്കാലത്തെ ടെക്നോളജി വെച്ച് അത് പോസിബിൾ ആണോ അല്ലയോ എന്നുള്ള കോൺസ്പിറസി തിയറീസും കാര്യമെല്ലാം ഇപ്പോഴും ഉണ്ട്. ചിലർ അങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ലാന്ന് ഇപ്പോഴും വാദിക്കുന്നവരുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു 73 74 എന്തായാലും 75 താഴെയുള്ള ഒരു വർഷത്തിലാണ് അവസാനമായിട്ട് ഒരു മനുഷ്യൻ ചന്ദ്രനിൽ കാല് കുത്തുന്നത്. അതിനുശേഷം ഇന്നേ വരെ ചന്ദ്രനിൽ മനുഷ്യൻ ഇറങ്ങിയിട്ടില്ല. അതൊക്കെ ഇതിനൊരു തിയറി ആയിട്ട് പറയുന്ന ആളുകളുണ്ട്, ഇതിന് സപ്പോർട്ടായിട്ട് പറയുന്ന ആളുകളുണ്ട്. അതിന്റെ മെയിൻ റീസൺ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കോൾഡ് വാർ ഒക്കെയാണ്. കാരണം USSR തകർന്നു, അവരും അമേരിക്കയും തമ്മിലുണ്ടായിരുന്ന ആ ഒരു സ്പേസിൽ ആ ഒരു കോമ്പറ്റീഷൻ ഇല്ലാതായി. അതൊക്കെ കൊണ്ടാണ് സംഭവിക്കാത്തത് എന്നാണ് ഒരു നോർമൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. പക്ഷെ എന്നാലും അതൊരിക്കലും പോസിബിൾ ആയിരുന്നില്ല എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്. സ്റ്റാൻലി കുബ്രിക്കിനെയൊക്കെ നിങ്ങൾക്ക് അറിയെങ്കിൽ, സ്റ്റാൻലി കുബ്രിക്കിനെ പോലുള്ള ലെജൻഡറി ആയിട്ടുള്ള ഡയറക്ടറാണ് ആ മൂൺ ലാൻഡിങ് എന്താ പറയുക അതിന്റെ വിഷ്വൽസ് ഒക്കെ ഡയറക്ട് ചെയ്തതെന്നൊക്കെ തന്നെ പറയുന്ന ആളുകളുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ കോൺസ്പിറസി തിയറീസ് ഉണ്ടെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളതേ. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഓക്കെ, അതിനു മുമ്പ് ആരൊക്കെയാണ് ലാൻഡ് ചെയ്തത്, ആരാണ് ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ മനുഷ്യൻ എന്ന് പറയുന്നത്, നീൽ ആംസ്ട്രോങ് ആണ് ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ മനുഷ്യൻ എന്ന് പറയുന്നത്. ഇവർ 3 പേര് പോയിരുന്നു. രണ്ടാമത് പിന്നെ പോയത് എഡ്വിൻ ആൽഡ്രിൻ ആണ്, എഡ്വിൻ ആൽഡ്രിൻ. ആൻഡ് ഫൈനലി അദ്ദേഹത്തിന്റെ ഫസ്റ്റ് നെയിം ഞാൻ ഓർക്കുന്നില്ല, സെക്കൻഡ് നെയിം കോളിൻസ് എന്നാണ്. ഫസ്റ്റ് നെയിം ഓർമ്മയുള്ളവർ താഴെ പറഞ്ഞോളൂ കേട്ടോ. ഈ 3 പേരാണ് എന്ത് ചെയ്തത്, ചന്ദ്രനിലേക്ക് പോയത്. ഇതിൽ കോളിൻസ് കാലുകുത്തിയ, നീൽ ആംസ്ട്രോങ് ആദ്യം ഇറങ്ങി, ദെൻ പിന്നെ ആരിറങ്ങി, എഡ്വിൻ ആൽഡ്രിൻ എന്ന് പറഞ്ഞ വ്യക്തി ഇറങ്ങി. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ ഇറങ്ങി ആദ്യമായി പറഞ്ഞ വാക്കുകൾ ഇറ്റ്സ് എ സ്മോൾ സ്റ്റെപ്പ് ഫോർ എ മാൻ ബട്ട് എ ജയന്റ് ലീപ്പ് ഫോർ ഹ്യൂമൻ കൈൻഡ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ആരാ പറഞ്ഞതെന്ന് ചോദിക്കാറുണ്ട്. ഇറ്റ്സ് എ സ്മോൾ സ്റ്റെപ്പ് ഫോർ എ മാൻ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും എന്താണ്, ഒരു കാൽവെപ്പ് മാത്രമാണ്. ബട്ട് എ ജയന്റ് ലീപ്പ് ഫോർ ഹ്യൂമൻ കൈൻഡ്, മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കുതിച്ചു ചാട്ടമാണ്. നമ്മൾ ഈ ആകാശത്ത് നോക്കി കണ്ടിട്ടുള്ള ഒരു ഗ്രഹത്തെ ഒരു ഉപഗ്രഹത്തിൽ മനുഷ്യൻ എന്ത് ചെയ്തിരിക്കുകയാണ്, കാല് കുത്തിയിരിക്കുകയാണ്. ഇതാണ് നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ എത്തിയപ്പോൾ എന്ത് ചെയ്തത്, ആദ്യമായി പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ആരാ പറഞ്ഞതെന്ന് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. 78 വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് RNA. RNAയുടെ ഫുൾ ഫോം എന്താണ്, റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ് ഇതിന്റെ ഫുൾ ഫോം, RNAയുടെ ഫുൾ ഫോം. DNA ആണെങ്കിലോ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ DNA എന്ന് പറയുന്നത്. 79 ഡിസോൾവിങ് ആൻ ആസിഡ് ഓർ ബേസ് ഇൻ വാട്ടർ ഈസ് എ ടൈപ്പ് ഓഫ് ഡാഷ് റിയാക്ഷൻ. ആസിഡ് അല്ലെങ്കിൽ ബേസ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ നമ്മളൊക്കെ ചെറിയ ക്ലാസ്സിൽ എന്തായാലും പഠിച്ചിട്ടുണ്ട്, നമ്മൾ ചെയ്ത് എക്സ്പെരിമെൻ്റ് തന്നെ ആയിരിക്കും. എന്താണ്, ആ ടെസ്റ്റ് ട്യൂബിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ആ ഗ്ലാസ് ബീക്കറിൻ്റെ പുറത്തും തരും ചൂട് വരും അല്ലേ. ചൂട് വരുന്നുണ്ടെങ്കിൽ അതെന്താണ്, അല്ലെങ്കിൽ ചൂട് പുറത്തോട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്ത് ടൈപ്പ് റിയാക്ഷനാണ്, എക്സോതെർമിക് റിയാക്ഷനാണ്. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ചൂട് അകത്തേക്ക് വലിച്ചെടുക്കുന്ന ചൂട് പുറത്തേക്ക്, ഞാൻ പറഞ്ഞ തിരിഞ്ഞെന്ന് അറിയില്ല, ചൂട് പുറത്തേക്ക് ഇടുന്ന റിയാക്ഷൻ ആണെങ്കിൽ അത് എക്സോതെർമിക് റിയാക്ഷനാണ്. ഇനി എൻഡോതെർമിക് ആണെങ്കിൽ ചൂട് ഉള്ളിലോട്ട് വലിച്ചെടുക്കുന്ന റിയാക്ഷൻ ആണെങ്കിൽ അതായത് എന്തായിരിക്കും, പുറത്ത് തണുപ്പ് വരും അല്ലേ. പുറത്ത് തണുപ്പ്
വരുന്ന ചൂട് ഉള്ളിലോട്ട് വലിച്ചെടുക്കുന്ന റിയാക്ഷൻ ആണെങ്കിൽ അതിനെ എൻഡോതെർമിക് എന്ന്. എൻഡോ ഉള്ളിലോട്ട്, എക്സോ എന്താണ് പുറത്തോട്ടാണ്. ഞാൻ ആദ്യം എന്തോന്നും തിരിച്ചു പറഞ്ഞിട്ടുണ്ട്, കറക്റ്റ് ചെയ്യണേ. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. എക്സോതെർമിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് പുറത്തോട്ട് വിടുന്നത്, അതുപോലെ എൻഡോതെർമിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് അബ്സോർബ്സ് ഹീറ്റ്, ചൂട് ഉള്ളിലോട്ട് എടുക്കുന്നത്. ഡിസോൾവിങ് ആൻഡ് ആസിഡ് ഓർ ബേസ് എന്ന് പറയുന്ന ഏത് ടൈപ്പ് റിയാക്ഷൻ ആണ്? നമ്മൾ പുറത്ത് ചൂട് വരുന്ന പറയുന്നത്. അപ്പോൾ എന്താ? എക്സോതെർമിക് റിയാക്ഷൻ ആണ്. 80ാമത്തെ ചോദ്യം ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യമാണ്. അവിടെ തന്നെ ഞാൻ പറഞ്ഞതാണ് ഇതിനെയും ചോദിക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നോക്കിയിട്ട് പറയാൻ പറ്റും. ഡാഷ് ഈസ് ദ കോമൺ നെയിം ഓഫ് സോഡിയം ബൈകാർബണേറ്റ്. ബൈകാർബണേറ്റിൻ്റെ കോമൺ നെയിം, സോഡിയം ബൈകാർബണേറ്റിൻ്റെ കോമൺ നെയിം എന്താണ്? ബേക്കിംഗ് സോഡ എന്നാണ്. ഒപ്പം ഞാനവിടെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു തന്നിരുന്നു. വാഷിംഗ് സോഡ, സോഡിയം കാർബണേറ്റ്, NO2CO3. ഷിഫ്റ്റ് കഴിയുന്നതിന് മുമ്പ് ഈ ഒരു ഡിസ്കഷൻ നമ്മൾ കുറേ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഡിസ്കസ് ചെയ്യുന്നതിനുള്ളിൽ തീർച്ചയായിട്ടും ആ ചോദ്യം വരുന്നത് എന്താണ്? എനിക്ക് ഉറപ്പാണ്. കാരണം ഇതൊക്കെ കാലങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ വീണ്ടും 5 കുറേ ഫാക്ട്സും കിട്ടിയില്ലേ? പെട്ടെന്ന് റിവൈസ് ചെയ്യാലോ. കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻ 12mv². പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിൽ mgh. അപ്പോളോ 11 ആണ് ചന്ദ്രനിൽ ആദ്യമായി മനുഷ്യനിറക്കിയ ആർട്ടിഫിഷ്യൽ ഉപഗ്രഹം, വാഹനം എന്ന് പറയുന്നത്. 1969 നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും കോളിൻസും ആണ് ആദ്യത്തെ യാത്രയിൽ പോയത്. RNA റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. ഡിസോൾവിങ് ആൻഡ് ആസിഡ് ഓർ ബേസിനെ വാട്ടർ പുറത്ത് ചൂട് വരും. സോ എക്സോതെർമിക് ആണ്. സോഡിയം ബൈകാർബണേറ്റിന്റെ മറ്റൊരു പേര് ബേക്കിംഗ് സോഡ ആണ് എന്നും എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. സെറ്റാണല്ലോ. അടുത്ത ചോദ്യം 81ാമത്തെ ചോദ്യം. ഡാഷ് ഈസ് ദ ലാർജസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ആനിമൽസ്. ഏറ്റവും കൂടുതൽ ആനിമൽസ്, മൃഗങ്ങൾ കാണപ്പെടുന്ന ഏത് ഗ്രൂപ്പിലാണ്? ആർത്രോപോഡ എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് ഏറ്റവും കൂടുതൽ മൃഗങ്ങൾ കാണപ്പെടുന്നത്. 82 ഡാഷ് ഈസ് ദ യൂണിറ്റ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റൻസിന്റെ യൂണിറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻഹെറിറ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജീനുകളാണ്. ജീനുകളെയാണ് നമ്മൾ എന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ദ ഹെറിഡിറ്ററി യൂണിറ്റ് വിച്ച് ഡിറ്റർമിൻസ് ദ ക്യാരക്ടർ ഓഫ് ആൻ ഓർഗാനിസം. അങ്ങനെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? പഠിച്ചിരിക്കുന്നത് അല്ലേ? ദ ഹെറിഡിറ്ററി യൂണിറ്റ്, പാരമ്പര്യമായിട്ടുള്ളത് ഒരു ഓർഗാനിസത്തിന്റെ ക്യാരക്ടർ ഡിറ്റർമിൻ ചെയ്യുന്ന ഹെറിഡിറ്ററി യൂണിറ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മൾ ജീൻ എന്ന് പറയുന്നത്. ബ്ലൂ പ്രിന്റ് ഓഫ് ലൈഫ് എന്നറിയപ്പെടുന്നതും എന്ത് തന്നെയാണ്? ജീൻസ് ആണ്. അങ്ങനെയും ചോദിക്കാറുണ്ട്. വാട്ട് ആർ നോൺ ആസ് ബ്ലൂ പ്രിന്റ് ഓഫ് ലൈഫ് എന്ന് ചോദിക്കാറുണ്ട്. ജീൻസ് ആണ്. ഈ പദം, ജീൻ എന്ന് പറയുന്ന പദം ആദ്യമായി കോയിൻ ചെയ്ത് വില്യം ജൊഹാൻസൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. അതും ചോദിച്ചിട്ടുള്ളതാണ്. ഹു കോയിൻഡ് ദ ടേം വില്യം ജൊഹാൻസൺ. എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് നടന്ന CHSL എങ്ങാണ്ട് ഉണ്ടായിരുന്ന ചോദ്യമാണ്. ജീൻ എന്ന് പറയുന്ന പദം കോയിൻ ചെയ്ത ആരാണ്? വില്യം ജൊഹാൻസൺ ആണ്. ആർട്ടിഫിഷ്യൽ ജീനുകളെ, കൃത്രിമ ജീനുകളെ ആദ്യമായി ലാബിൽ സിന്തസൈസ് ചെയ്തത്, ആദ്യമായി ക്രിയേറ്റ് ചെയ്തത് ആരാണ്? ഇന്ത്യക്കാരനായിട്ടുള്ള ഹർഗോബിന്ദ് ഖുറാനയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്? യൂണിറ്റ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ജീനാണ്. ഒപ്പം തന്നെ നമ്മൾ പറഞ്ഞു ബ്ലൂ പ്രിന്റ് ഓഫ് ലൈഫ് എന്നറിയപ്പെടുന്നതും എന്ത് തന്നെയാണ്? ഈ ജീനുകളാണ്. ഈ പദം ആദ്യമായി കോയിൻ ചെയ്ത വില്യം ജൊഹാൻസൺ ആണ്. ആർട്ടിഫിഷ്യൽ ജീനുകൾ ആദ്യമായി ലാബിൽ ക്രിയേറ്റ് ചെയ്തത് ആരാണ്? ഹർഗോബിന്ദ് ഖുറാനയാണ്. അടുത്ത ചോദ്യം 83ാമത്തെ ചോദ്യം. ദ വോള്യൂം ഓഫ് എ ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു. കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞാൽ ക്വസ്റ്റിനിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. കാരണം അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്നൊക്കെ തരേണ്ടതാണ്. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതൊന്നും പറയാതെ ഇരിക്കുക. വോള്യൂം ഓഫ് എ ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? പ്രഷറാണ്. ഇത് ഏതാണ് നിയമം എന്ന് പറയുന്നത്? വോള്യൂം ഓഫ് എ ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. ഏത് നിയമമാണ്? ബോയിൽസ് ലോ ആണ് അല്ലേ? ഗ്യാസ് ലോസ് എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ബോയിൽസ്, ചാൾസ്, അവോഗാഡ്രോസ്, ഗെയ്ലൂസാക്സ് എല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതിൽ ബോയിൽസ് നിയമം അനുസരിച്ചാണ് ഏത് വരുന്നത്? ഒരു ഗ്യാസിൻ്റെ, ഒരു വാതകത്തിൻ്റെ വ്യാപ്തം എന്ന് പറയുന്ന പ്രഷറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. വലിയ കാര്യമായിട്ടൊന്നും പഠിച്ചൊന്നും വെക്കണ്ട കേട്ടോ. ബലൂണൊക്കെ ആലോചിച്ചാൽ മതി. ബലൂണിൽ വായി നിറച്ച് നമ്മൾ ഞെക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? അതിൻ്റെ വോള്യൂം കുറയല്ലേ? കാരണം അമരയാണ് ഇത് ഉണ്ടാവുന്നത്. അതേസമയം നമ്മൾ അങ്ങനെ ഫുൾ ബ്ലോൺ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ വിടാൻ പറ്റും. ഊതി ഉറപ്പിച്ച് അതേപോലെ വയ്ക്കാൻ പറ്റും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ അമർത്തി അതിനെ ചുരുക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അമർത്തുക എന്ന് പറയുമ്പോൾ എന്താണ്? ബേസിക്കലി വോള്യൂം കുറയാണ്. അവിടെ നമ്മൾ എന്ത് കൊടുത്തു? പ്രഷർ കൊടുത്തു. അപ്പോൾ എന്താ പറഞ്ഞത്? പ്രഷർ കൂടുമ്പോൾ വോള്യൂം കുറയും. അല്ലെങ്കിൽ നേരെ തിരിച്ച്. ഇവിടെ അങ്ങനെയല്ല പറഞ്ഞത്. വോള്യൂം ഓഫ് എ ഗ്യാസ് ഇവിടെ പ്രൊപ്പോർഷണൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പ്രഷർ കൂടുമ്പോൾ വോള്യൂം കുറയും, അല്ലെങ്കിൽ പ്രഷർ കുറയുമ്പോൾ വോള്യൂം കൂടും. അതാണ് ആര് പറഞ്ഞത്? ബോയിൽസ് ലോ പറഞ്ഞത്. 84 വേർ ഡസ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് പൈറുവേറ്റ് യൂസിങ് എനർജി ടേക്ക് പ്ലേസ്. വളരെ ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സെല്ലിൽ നമ്മൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ബ്രേക്ക് ഡൗൺ ഓഫ് പൈറുവേറ്റ്സ് നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ഇതൊന്നും വേറൊരു ഷിഫ്റ്റിലും കണ്ടിട്ടില്ലാത്ത ചോദ്യങ്ങളാണ്, വേറൊരു സ്ഥലത്തും കണ്ടിട്ടില്ലാത്ത ചോദ്യങ്ങളാണ്. ഞാൻ ആദ്യം പറഞ്ഞില്ല, അത്യാവശ്യം നല്ല ടഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ച ഒരു പരീക്ഷയാണ് ഗ്രൂപ്പ് ഡി എന്നുള്ളത്. അപ്പോൾ ബ്രേക്ക് ഡൗൺ ഓഫ് പൈറുവേറ്റ് യൂസിങ് എനർജി നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈറ്റോകോൺട്രിയയിലാണ്, സെല്ലിലാണെന്ന് മാത്രം എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തിരിക്കുക. 85 വിച്ച് ടിഷ്യൂ മേക്സ് ദ ഹസ്ക് ഓഫ് എ കോക്കനട്ട്. ഇനി ഞാൻ ആ കഥ പറയാൻ നിൽക്കണ്ടല്ലോ, ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇത്രയും ആലോചിച്ചാൽ മതി. നമ്മൾ പറഞ്ഞാണ് ഡെഡ് സെൽസ് ആണ്. അതുപോലെ സീഡ്സിൻ്റെ, നട്ട്സിൻ്റെയും കവറിംഗ് ആയിട്ട് വരുന്നത് ഏതാണ്? പ്ലാന്റ് ടിഷ്യൂ ആണ്. സ്ക്ലീറൻ ഗൈമ എന്ന് പറയുന്നത്. മൊത്തം കഥ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് സ്ലൈഡ് കാണിച്ചിട്ട് പോലും പറയാതെ പോകുന്നത്. വീണ്ടും പറഞ്ഞ് ഓൾറെഡി സ്ഥിരമായി കാണുന്നവർ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. വിച്ച് ടിഷ്യൂ മേക്സ് ദ ഹസ്ക് ഓഫ് എ കോക്കനട്ട്. കോക്കനട്ടിന്റെ തോട്, തേങ്ങയുടെ ചിരട്ട ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ചിരട്ട മാത്രമല്ല, പുറത്തുള്ളതും ഏതാണ്? സ്ക്ലീറൻ ഗൈമയാണ് അല്ലെ? സ്ക്ലീറൻ ഗൈമയെ പറ്റി നമ്മൾ പറഞ്ഞതാണ്. ഡെഡ് സെൽസ് ആണ്. സീഡ്സിന്റെയും നട്ട്സിന്റെയും കവറിങ്സിൽ വരുന്നതാണ്. പ്ലാന്റ്സിന് സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യാനും എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? സ്ക്ലീറൻ ഗൈമ യൂസ് ചെയ്യുന്നുണ്ട്.
വീണ്ടും 5 പഠിച്ചില്ലേ? പെട്ടെന്ന് റിവൈസ് ചെയ്യാലോ. ഏറ്റവും ലാർജസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് എന്ന് പറയുന്ന ആർത്രോപോഡയാണ്. ഇൻഹെറിറ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജീനാണ്. ജീൻ ബ്ലൂ പ്രിന്റ് ഓഫ് ലൈഫ് എന്നറിയപ്പെടുന്നതും ജീൻ തന്നെയാണ്. ആ പദം ജീൻ എന്ന് പറയുന്ന പദം കോയിൻ ചെയ്ത് വില്യം ജൊഹാൻസൺ ആണ്. ആർട്ടിഫിഷ്യൽ ജീനുകൾ ആദ്യമായി സിന്തസൈസ് ചെയ്തത്, ലാബിൽ സിന്തസൈസ് ചെയ്തത് ഇന്ത്യക്കാരനായിട്ടുള്ള ഹർ ഗോവിന്ദ് ഖൊറാനയാണ്. ഒരു ഗ്യാസിന്റെ വോള്യൂം എന്ന് പറയുന്നത് ഇറ്റ്സ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. പിന്നെ ബ്രേക്കിംഗ് ഡൗൺ ഓഫ് പൈറുവേറ്റ് നടക്കുന്നത് മൈറ്റോകോൺട്രിയയിലാണ്. കോക്കനട്ടിന്റെ ഹസ്ക് ഉണ്ടാക്കുന്ന സ്ക്ലീറൻകൈമയാണ്. ഡെഡ് സെൽസ് ആണ് സീഡ്സിന്റെയും നട്സിന്റെയും കവറിങ്സിൽ കാണപ്പെടുന്നതാണ്. സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അവസാനത്തെ 5 ചോദ്യങ്ങളിലേക്ക് പോവാം. ഡാഷ് പ്ലേ ഗെയിംസ് ബൈ പ്രൊഡ്യൂസിങ് അൾട്രാസൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഗെയിം കളിക്കുന്നത് ആരാന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. മനുഷ്യൻ എന്ന് പറയരുത്, മനുഷ്യനെ ചെയ്യുന്നുണ്ട് നമുക്കറിയാം. മൃഗങ്ങളുടെ കേസാണ് പറഞ്ഞിരിക്കുന്നത്. ഡോൾഫിൻസ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ അൾട്രാസൗണ്ട് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്ത് ഗെയിംസ് കളിക്കാറുണ്ടെന്ന് പറയുന്നത് അല്ലേ. മനുഷ്യൻ്റെ അതേ തരത്തിലുള്ള ഒരു ഇൻ്റലിജൻസ് ഉള്ള, അല്ലെങ്കിൽ അത്രത്തോളം തന്നെ നല്ല ഐക്യുള്ള ഇൻ്റലിജൻസ് ഉള്ള ഒരു ജീവിയായിട്ട് നമ്മൾ കാണുന്നതാണ് ഡോൾഫിൻസ് എന്ന് പറയുന്നത്. ഏറ്റവും ബുദ്ധിയുള്ള ജീവിയായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ്. ആ ഡോൾഫിൻസിന് എന്തുണ്ട്? അൾട്രാസൗണ്ട് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട് അല്ലേ. വവ്വാലുകൾക്കുണ്ട്. പക്ഷേ വവ്വാലുകൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അവരെ ഇര പിടിക്കാനായിട്ടാണ് എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡോൾഫിൻസ് ആണ് ഈ ഒരു ഗെയിം കളിക്കുന്നത്. ജസ്റ്റ് ഓർത്തിരിക്കുക. ഓപ്ഷൻ കണ്ടാൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് തന്നെയായിരുന്നു. 87 ദ സോഴ്സ് ഓഫ് എനർജി ഓഫ് ദ സൺ ഈസ്. സൂര്യനിൽ ഊർജ്ജം പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. നിങ്ങളിൽ പലരെങ്കിലും ഇപ്പോൾ ഒരു ചെറിയ കൺഫ്യൂഷൻ നിൽക്കും. ഫിഷൻ ആണോ ഫ്യൂഷൻ ആണോ എന്നുള്ളതാണ് അല്ലേ. സൂര്യനിൽ എന്താണ്? ഫ്യൂഷനാണ്. ഫ്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്? കോമ്പിനേഷൻ ആണ് അല്ലേ. കോമ്പിനേഷൻ ആണ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഫിഷൻ എന്ന് വെച്ചാൽ എന്താണ്? സ്പ്ലിറ്റിംഗ് അപ്പ് ആണ്. സ്പ്ലിറ്റിംഗ് അപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മൾ ഫിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂക്ലിയർ ഫിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 or more ലൈറ്റർ അറ്റോമിക് ന്യൂക്ലിയർ കമ്പൈൻ ടു ഫോം എ ഹെവിയർ ന്യൂക്ലിയസ്. 2 അതിലധികമോ ലൈറ്റർ ആയിട്ടുള്ള ന്യൂക്ലിയസ് കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു വലിയ ഹെവിയർ ന്യൂക്ലിയസ് ഉണ്ടാവുന്നതിനെ, കൂടിച്ചേരുന്നതിനെ ഫ്യൂസ് ചെയ്യുക, കൂടിച്ചേരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. സൂര്യനിലും അതുപോലെ മറ്റ് നക്ഷത്രങ്ങളിലും എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഊർജ്ജം പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്തിലൂടെ തന്നെയാണ്? ഈ ഫ്യൂഷനിലൂടെയാണ്. ഹൈഡ്രജൻ ബോംബിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഹൈഡ്രജൻ ബോംബിന്റെ പ്രിൻസിപ്പിൾ ന്യൂക്ലിയർ ഫ്യൂഷനാണ്. അത് കണ്ടുപിടിച്ചത് എഡ്വേർഡ് ടെല്ലർ ആണ്. അത് കണ്ടുപിടിച്ചത് ആരാണ്? എഡ്വേർഡ് ടെല്ലർ ആണെന്ന് കൂടി എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അപ്പോൾ എനർജി ഓഫ് ദ സൺ അല്ലെങ്കിൽ എനർജി ഓഫ് സ്റ്റാർസ് എന്ന് ചോദിച്ചാൽ അതിന് ആൻസർ എന്താണ്? അത് ഫ്യൂഷനാണ്. ഫിഷൻ അല്ല കേട്ടോ. ഫിഷൻ അറ്റോമിക് ബോംബാണ്. ഫ്യൂഷൻ ഹൈഡ്രജൻ ബോംബാണ്. 88 ഓൾറെഡി നമ്മൾ പറഞ്ഞ കഥയാണ്. എക്സോതെർമിക് റിയാക്ഷൻ ഈസ് എ റിയാക്ഷൻ വിച്ച്. എക്സോതെർമിക് റിയാക്ഷൻ എന്താണ്? ഹീറ്റ് റിലീസ് ചെയ്യുന്നതാണ്. ഇതെല്ലാം ഉണ്ടല്ലോ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കുറേ കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ തന്നെ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളുണ്ട്. കാരണം നമ്മൾ അതായത് ചോദ്യങ്ങൾ പഠിക്കുമ്പോൾ ചുറ്റും ഒന്ന് നോക്കിയാൽ മതി. തൊട്ടുമുമ്പ് ഞാൻ ആ പറയുമ്പോൾ ഇവിടെ കഥ പറഞ്ഞില്ല, മറ്റേ ആസിഡ് അല്ലെങ്കിൽ ബേസ് ഡിസോൾവ് ചെയ്യുമ്പോൾ എന്താവും? ചൂട് പുറത്ത് വരും. അത് എന്ത് എക്സാമ്പിളാണ്? എക്സോതെർമിക് ആണ്. അപ്പോൾ അവിടെ നമ്മൾ കവർ ചെയ്യണം. എക്സോതെർമിക് എന്ന് വെച്ചാൽ ചൂട് പുറത്തോട്ട് വരുന്നതാണ്. കാരണം അത് മറ്റൊരു ചോദ്യമായിട്ട് ഇത് വന്നു കഴിഞ്ഞു. മറ്റൊരു ചോദ്യമായിട്ട് എന്താ ചോദിച്ചത്? എക്സോതെർമിക് റിയാക്ഷൻ ഈസ് എ റിയാക്ഷൻ ഇൻ വിച്ച് ഹീറ്റ് ഈസ് റിലീസ്ഡ്. ഒറിജിൻ ഓഫ് സ്പീഷീസ് റിപ്പീറ്റ് ക്വസ്റ്റൻ ആണ്. ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. വീണ്ടും ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ചുകൊണ്ട് തന്നെ എടുത്തിട്ടതാണ്. ആരാണ് എഴുതിയത്? ചാൾസ് ഡാർവിൻ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കവർ പിക്കൊക്കെ വെച്ച് നിങ്ങൾക്ക് ഇതിനെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇനി ഞാൻ പറയില്ല. ചാൾസ് ഡാർവിൻ്റെ ആൻസർ ചെയ്യുന്ന രണ്ടാമത്തെ ചോദ്യമാണ് എന്തെന്ന് പറയുന്നത് എവല്യൂഷനെ ബേസ് ചെയ്തൊരു ചോദ്യം ഓൾറെഡി നമ്മൾ സംസാരിച്ചും കഴിഞ്ഞു. 90ാമത്തെ ചോദ്യം ഡാഷ് ഈസ് ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, റേറ്റ് കണ്ടാൽ നിങ്ങൾ ആകെ ചെയ്യേണ്ടുന്ന കാര്യം എന്താ? പെട്ടെന്ന് വായിച്ച് മനസ്സിലായില്ലെങ്കിലും ആ തന്നിരിക്കുന്ന സാധനം ഡിവൈഡഡ് ബൈ ടൈമിനെയാണ് എന്തെന്ന് പറയുന്നത്? റേറ്റ് എന്ന് പറയുന്നത്. വർക്ക് ബൈ ടൈം എല്ലാ കുഞ്ഞുങ്ങൾക്ക് വരെ അറിയുന്നതാണ്. എന്താണ്? പവറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വർക്ക് ബൈ ടൈം എന്ന് വിളിക്കുന്നത്. അപ്പോൾ സെറ്റല്ലേ? സംശയമൊന്നുമില്ലല്ലോ. പെട്ടെന്ന് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. അൾട്രാസൗണ്ട് ഒക്കെ വെച്ച് ഗെയിം കളിക്കാൻ മാത്രം കേപ്പബിലിറ്റി ഉള്ളത് ഡോൾഫിൻസിനാണ്. സൂര്യൻ്റെ എനർജി സോഴ്സ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫ്യൂഷനാണ്. സൂര്യൻ്റെ അല്ല, എല്ലാ സ്റ്റാർസിൻ്റെയും എനർജി സോഴ്സ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫ്യൂഷനാണ്. എക്സോതെർമിക് ആണെങ്കിൽ പുറത്തോട്ട്, എൻഡോ ഉള്ളിലോട്ട്. മറക്കരുത്, തെർമിക് എന്ന് വെച്ചാൽ ചൂടാണ്. അപ്പോൾ കിട്ടൂല. എക്സോ തെർമിക് പുറത്തോട്ട്, എൻഡോ തെർമിക് ഉള്ളിലോട്ട് ചൂട്. ഒറിജിൻ ഓഫ് സ്പീഷീസ് ചാൾസ് ഡാർവിൻ എഴുതിയതാണ്. റേറ്റ് ഓഫ് ഡൂയിങ് വർക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പവർ എന്ന് പറയുന്നത്. അപ്പോൾ 90 ചോദ്യങ്ങൾ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. 90 ചോദ്യങ്ങൾ മാത്രമല്ല, അതാണ് ഹൈലൈറ്റ്. നിങ്ങൾക്കത് എത്രത്തോളം യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. താഴെ പറഞ്ഞിട്ട് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ പഠിച്ചതും ഞാൻ പഠിപ്പിച്ചിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾക്കത് ഹൈലി യൂസ്ഫുൾ ആവേണ്ടതാണ്. അത് എത്രത്തോളം പേർക്ക് അത് മനസ്സിലാവുന്നുണ്ടെന്ന് ഇല്ലെന്ന് എനിക്കറിയില്ല. പറയുന്നുണ്ടെങ്കിൽ അത് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് താഴെ ഒന്ന് അറിയിക്കുക. അത് നമുക്ക് തരുന്ന ഇനിയും ക്ലാസ്സുകൾ ചെയ്യാനുള്ള ഊർജ്ജം ചെറുതായിരിക്കില്ല. കാരണം ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട് ഇനിയും നമുക്ക് ശക്തമായി തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. പിന്നെ ഗ്രൂപ്പ് ഡി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ വേണ്ടവരെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കാം. നമ്മുടെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാം. RRB SSC ഓറിയൻറ്റഡ് ആയിട്ടുള്ള എല്ലാ പരീക്ഷകൾക്കുള്ള കംപ്ലീറ്റ് പാക്കേജുകൾ നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് കോഴ്സസ് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. PSC ഓറിയൻറ്റഡ് ആയിട്ട് PSCക്ക് ഇത് ഹെൽപ്ഫുൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. പക്ഷേ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് SSC RRB ഓറിയൻറ്റഡ് ആയിട്ടുള്ള പരീക്ഷകൾ തന്നെയാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മുടെ വിഷൻ എന്ന് പറയുന്നത് മലയാളികൾ കേന്ദ്ര സർക്കാർ ജോലികളിൽ എത്തുക എന്നുള്ളതാണ്. SSCയിലൂടെയും RRBയിലൂടെയും മറ്റ് കേന്ദ്ര സർക്കാർ നടത്തുന്ന പരീക്ഷകളിലൂടെയും മലയാളികൾ മാക്സിമം എന്താ പറയുക സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ് ആക്കി മാറ്റുക എന്നുള്ളതാണ് എൻ്റെ വിഷൻ. അല്ലെങ്കിൽ അതേപോലെ തന്നെ എന്നോടൊപ്പം നിൽക്കുന്ന കുറച്ച് സുഹൃത്തുക്കളുടെ അക്കാഡമീസിൻ്റെ, നമ്മുടെ കൊളീഗ്സിൻ്റെയും നമ്മുടെ ടീച്ചേഴ്സിൻ്റെ എല്ലാം വിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളാൽ കഴിയുന്നത്രയും സഹായം ചെയ്ത് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും. സോ നിങ്ങൾ എന്താ പറയുക, നിങ്ങളും തിരിച്ച് അതേ സപ്പോർട്ട് തന്ന്
കൂടെ ഉണ്ടാവുക. എത്രയും പെട്ടെന്ന് എന്നിട്ട് ഒഴിഞ്ഞു പോവുക. അതാണ് ഞാനിപ്പോൾ പറയാറുള്ളത്. നിങ്ങൾ കൂടെ സപ്പോർട്ട് ചെയ്ത് ജീവിതകാലം മുഴുവൻ നിൽക്കണമെന്നില്ല. എത്രത്തോളം കുറച്ച് സമയം നിങ്ങൾക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കുറച്ച് സമയം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം 6 മാസത്തിൽ ജോലി വാങ്ങാൻ പറ്റുമോ? വാങ്ങിച്ച സ്ഥലം വിടുക. 1 കൊല്ലത്തിൽ വാങ്ങാൻ പറ്റും, 1 കൊല്ലത്തിൽ വാങ്ങിച്ച സ്ഥലം വിടുക. പെട്ടെന്ന് തന്നെ നിങ്ങൾ ഒഴിഞ്ഞു പോവുക എന്നുള്ളതാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ പെട്ടെന്നൊരു ജോലി സെറ്റപ്പ് ആവട്ടെ. ഈ ക്വസ്റ്റ്യൻസ് എല്ലാ RRBക്ക് SSCക്കും യൂസ്ഫുൾ ആണെന്ന് മറക്കാതിരിക്കുക. എല്ലാം നോട്ട് ചെയ്ത് വെക്കുക, പഠിക്കുക. പിന്നെ ഇതിൻ്റെ എല്ലാം ചേർത്തിട്ടുള്ള ഏകദേശം കഴിഞ്ഞ ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ചിട്ടുള്ള ഏകദേശം 500ഓളം ചോദ്യങ്ങളുടെ ഒരു PDF നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ വാങ്ങാം. 60 റുപ്പീസാണ് നമ്മൾ ഫീ വെച്ചിരിക്കുന്നത്, അതിൻ്റെ പ്രൈസ് ആയിട്ട് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് അതിനകത്തുനിന്ന് കയറി വാങ്ങുകയും ചെയ്യാം. അപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമീസ്. ഹാവ് എ നൈസ് ഡേ.